ലിസിജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്നിവിടെ പതിവ് പോലെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സർവൈവൽ പാർട്ട് നമ്മൾ ഇങ്ങനെ ലെക്സ് പ്ലേ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വില്ലേജിൽ ഉള്ളൊരു എപ്പിസോഡാണ്. നമ്മുടെ സാധാരണ ഒരു വില്ലേജ് ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ വില്ലേജിനെ കുറിച്ച് ഇച്ചിരി കൂടെ കാര്യമായിട്ട് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഇച്ചിരി കൂടെ പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കയറി നോക്കിയപ്പോൾ യൂട്യൂബ് നമ്മളോട് പറഞ്ഞത് പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നാണ്. ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഒരു വീഡിയോ ഇടാൻ പറ്റിയില്ല, പാർട്ടായിട്ട് ഇടാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണെന്ന് പറയുന്നത് ഇച്ചിരി കപ്പാസിറ്റി കുറഞ്ഞ ഫോണാണ്. അതായത് റാമൊന്നും അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു നോർമൽ ഫോണിലാണ് തുടങ്ങുന്നത്. ഇത് പറഞ്ഞാൽ ACJ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഈ അമേസിങ് ACJ എന്ന ചാനൽ നിങ്ങൾ കുറച്ച് കയറി കേട്ടിട്ടുണ്ടാവും. ആ ചാനൽ നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചാനലായിരുന്നു. ഇപ്പം ഞാനത് ഇപ്പോഴും യൂട്യൂബിലുണ്ട്, പോയിട്ടില്ല. എങ്കിലും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാനിപ്പോൾ എടുത്തൊരു ചാനലാണിത്. അത് ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ഒട്ടുമില്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് നമ്മൾ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കരുത്. നമ്മൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു മെച്യൂരിറ്റി വരുവാണെങ്കിൽ നമ്മൾ അടുത്തോട്ട് ജാവയിൽ നമ്മൾ ഇനി മുതൽ കളിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തോത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക. കാലി പിടിക്കാൻ ഗൈസ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ ആകെയുള്ള 6 സബ്സ്ക്രൈബേഴ്സ് കഷ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി കുളമാക്കുന്നില്ല. വീഡിയോയിലേക്ക് കിടക്കാം. ക്യാമോൺ. അപ്പോൾ നമ്മളിപ്പോൾ വേൾഡിൽ സ്പോൺ ആയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ കാണുന്ന എൻ്റെ വീട് സെറ്റപ്പൊക്കെ ഞാൻ സ്വന്തമായിട്ട് സർവൈവൽ ഉണ്ടാക്കിയതാണ്. ഞാനിത് യൂട്യൂബിൽ നിന്നിട്ടില്ല. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീടാണ്. ഞാനിത് യൂട്യൂബിലൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ രസത്തിന് വേണ്ടി ചുമ്മാ കളിക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തൊരു വേൾഡാണിത്. ഞാൻ ഈ മരം മൊത്തം ഞാൻ നട്ടുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നമ്മുടെ വില്ലേജിൻ്റെ അകത്ത് ഞാൻ വീട് പണിയാത്തതിൻ്റെ കാരണം വെച്ച് ഞാൻ തൊട്ടടുത്തൊരു ഫാം പണിതിട്ടുണ്ടായിരുന്നു. ഈ ഫാർമേഴ്സൊക്കെ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന് ചുറ്റും വേലി കെട്ടി വെച്ചേക്കും. അപ്പോൾ അമ്മമാർക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മമാർക്ക് അത് കൃഷി നമ്മൾ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് അമ്മമാർ ശ്രമിക്കുന്നത്. ഈ ലാമാസൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ സ്പോണാകുമ്പോൾ ഇതിനിട്ട് ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഇതിനെക്കൊണ്ട് കൊല്ലണോ? കൊന്നേക്കാം അല്ലേ? എത്ര റേറ്റിന് സോഡ കൊണ്ട് വേഗം ചത്തോളുമായിരിക്കും. 3-4 അടി അടിക്കുമ്പോഴത്തേക്കും പടിയായിക്കോളും. 2 അടിക്ക് തീർത്തു. ഇത് മൊത്തം ഞാൻ എൻജാൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻജാൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കടലിൽ ചൂണ്ടയിട്ടാൽ മതി. എൻജാൻറ്റ്മെൻറ്റ് ബുക്കൊക്കെ തന്നെ കയ്യിലോട്ട് കിട്ടിക്കോളും. പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതാ നിൽക്കുന്നു. അതിനെയും തീർത്തു. എൻ്റെ കൃഷി ഞാൻ വെറുതെ കുളമാക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ഈ വില്ലേജിൻ്റെ കുറിച്ച് ഞാൻ ഇന്നാൾ പറഞ്ഞതിൻ്റെ ഭാഗ്യം കൂടെ പറയാം ഗൈസ്. ഇന്നാൾ നിങ്ങളെ ഞാൻ കാണിച്ച വില്ലേജ് അതൊരു സവാന ബയോമെൻ്റ് വില്ലേജാണ്. ഇത് സാധാരണ ഒരു ബയോമെൻ്റ് വില്ലേജാണ്. അതായത് ഒരു സാധാരണ ബയോമെൻ്റ് വില്ലേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് ഇരിക്കുക. കോബിൾ സ്റ്റോണും സാധാരണ ലോകം വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഇതിരിക്കുക. ഇതിനടുത്തൊരു സവാന ബയോമീൻ അപ്പുറത്തുണ്ട്. കാണുന്ന ഒരു ബയോമീൻ സവാന ബയോമീനാണ്. അപ്പോൾ അവിടുത്തെ വില്ലേജ് എന്ന് പറയുന്നത് ഇന്നാൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വില്ലേജ് തന്നെയാണ് ഇത്. ഞാൻ പൊതുവെ ചൂണ്ടയിട്ട സ്ഥലമാണ്. എനിക്ക് ഇവിടെ പെറ്റ്സൊക്കെ ഉണ്ട്. ഞാനിവിടുത്തെ കുറച്ച് പൂച്ചകളൊക്കെ പെറ്റ്സാക്കി വെച്ചായിരുന്നു. ഈ വീട് ഞാൻ പണിത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇത് നമ്മുടെ ലെക്സ് പ്ലേ സീരീസ് അല്ല. ലെക്സ് പ്ലേ സീരീസ് ഞാൻ പിന്നീട് ഒരു ഇടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലേ എൻ്റെ മൊബൈലിന് അത്ര വലിയ കപ്പാസിറ്റി ഇല്ലാത്ത മൊബൈലാണ്. അപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ കണ്ടമാനം ലെങ്ത്തിലിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ഇടാൻ കാരണം അതാണ് ഗൈസ്. പിന്നെ ഇത് ഒരു വില്ലേജ് ലൈഫ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. ഇപ്പം ഞാൻ ആ വീട് പൊട്ടിച്ച് ആ വീട് ഉണ്ടാക്കാനുള്ള കോബിൾ സ്റ്റോൺ മൊത്തം എടുത്തത് ഞാൻ ഈ ഒരു ഇവിടുന്നാണ്. ഇതൊരു ഒരു സ്റ്റോൺ മൈൻ ഏരിയ ആക്കി നമുക്ക് എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഇതിപ്പോൾ അത്ര വലിയ ഗുഹയാക്കി വെച്ചത് ഞാൻ തന്നെയാണ്. ഇവിടെ കുറേ അയണൊക്കെ ഞാൻ എടുത്തായിരുന്നു. ഇപ്പോൾ ഈ നെതറൈറ്റിൻ്റെ വെപ്പൺ എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്ത് നെതർ പോർട്ടിൽ പണിതിട്ട് ഞാൻ അവിടെ പോയി നെതറിൽ പോയി എടുത്തതാണ്. ഈ നെതറിൽ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ലല്ലോ ഇതുവരെ. കാരണം വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം നെതറിലേക്ക് ഞാൻ പോയിട്ട് അവിടെ വെച്ച് അങ്ങനെ തോറ്റ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുന്നിൽ പറ്റുന്ന എൻ്റെ ഏറ്റവും വലിയ നാണക്കേടായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല. ഞാൻ ഇച്ചിരി ട്രെയിനഡ് ആയിട്ട് മാത്രമേ ഞാൻ ആ പരിപാടിക്ക് നിൽക്കുന്നുള്ളൂ എന്നുള്ള ഞാൻ പറയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കൃഷിയൊക്കെ ഏകദേശം ഇതായിട്ടുള്ളൂ. ഇപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് വിളവെടുത്തായിരുന്നു. പിന്നെ ഇതിന് അവിടെ ആ കാണുന്ന വീറ്റും ഈ കാണുന്നത് പൊട്ടറ്റോയാണ്. ഞാൻ ഈ വീറ്റും പൊട്ടറ്റോ തന്നെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി കൂടെ നല്ലത് അതാണ്. ബീട്രൂട്ട് നട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന് ഏറ്റവും നല്ലത് വീറ്റും പൊട്ടറ്റോയാണ്. പക്ഷേ വീറ്റ് വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് കഴിക്കുമ്പോൾ ഹങ്കർ വേഗം കൂടി കിട്ടും. അതേസമയം നമ്മളിപ്പോൾ ഒരു ബീട്രൂട്ട് സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതും വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. നമ്മുടെ അത്രയ്ക്കും എനർജി ഒന്നും കിട്ടുമൊന്നുമില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനർജി കിട്ടുവാണെങ്കിൽ ഈ നമ്മുടെ ലൈഫും കൂടും പെട്ടെന്ന്. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ വില്ലേജിൽ പോയിട്ട് ഞാൻ ഇവിടുന്ന് മാക്സിമം പൊക്കാൻ പറ്റുന്ന എല്ലാ സാധനവും ഞാൻ പൊക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നൊരു ഹോയിയാണ്. ഇത് ഞാനിപ്പോൾ എത്ര പ്രാവശ്യമാണെന്നറിയില്ല ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഇപ്പോൾ ഇത്ര ലൈഫ് തീർന്നിട്ടുണ്ട്. എനിക്ക് ഈ മരം ഇപ്പോൾ ഇത്ര ആവശ്യമില്ല. മരം എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ആക്ച്വലി ഞാൻ വീടിൻ്റെ അകം കാണിക്കാൻ മറന്നുപോയി. ഞാൻ ആ വീടിന് കുറച്ച് സാധനമൊക്കെ പണിതായിരുന്നു. കുറച്ച് അയണൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ഇത് ഇപ്പോൾ അയണിൻ്റെ വാതിൽ വെക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില്ലേജേഴ്സിനെ കുറിച്ച് ഗൈസ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലെന്നിട്ടാണ്. അവർ വെറും കയ്യേറികളാണ്. നമ്മുടെ സാധനം മൊത്തം അവന്മാർ അടിച്ചു മാറ്റും. അതായത് ഇപ്പം ഞാനൊരു സാധാരണ ഇതുപോലത്തെ ഡോറ വയ്ക്കുന്നത് വിചാരിച്ചോ, അവന്മാർ രാത്രി ആകുമ്പോഴത്തേക്കും അവന്മാർ ഇവിടെ ഉള്ളവന്മാരെല്ലാം ഈ വീടിനകത്ത് കയറി വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അയൺ ഡോർ ഫിക്സ് ചെയ്തതിൻ്റെ കാരണം. അപ്പോൾ അവന്മാർക്ക് അയൺ ഡോർ തുറക്കാൻ അറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം. ഞാൻ കുറച്ച് പെട്ടി പിന്നെ ചെസ്റ്റും പണിതായിരുന്നു. ഇതാണ് ഞാൻ പണിത ചെസ്റ്റുകൾ. പിന്നെ അത് ഇത്ര ഉണ്ട്. ഈ ഗോൾഡിൻ്റെ ആർമറൊക്കെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ഞാനത് എന്നാ സോംബീനെ കൊന്നപ്പോൾ എനിക്ക് ലൂട്ട് കിട്ടിയതാണ്. ഓക്കെ, ചെറിയൊരു സീൻ പറ്റി. ഒക്കെ ഒരു പണ്ടാരടങ്ങിട്ടൊരു മഴയും വന്നിരുന്നു. അതുകൊണ്ട് ആ മഴ കാരണം ഇപ്പം എനിക്ക് പുറത്തിറങ്ങത്തില്ല. അപ്പോൾ രാത്രിയാണ് നമുക്കെന്താ കിടന്ന് ഉറങ്ങിയേക്കാം. രാത്രി ഒരു അതിഘോരമായ മഴ പെയ്തു. ഞാൻ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയോണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ താഴേക്ക് ഇറങ്ങി ചെല്ലാം. പിന്നെ ഗൈസ് ഞാൻ ഈ ഡോർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴേക്ക് ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയായിരുന്നു. ഇതതിൻ്റെ താഴത്തേക്കുള്ള വശം. ഇത് ഞാൻ രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെയർ ഉണ്ടാക്കി. ഇത് നമ്മുടെ ഇതിൻ്റെ പുറത്ത് ഞാൻ ലിവർ വെച്ചിട്ടേക്കുക. അതുകൊണ്ട് പിന്നെ ഇറങ്ങത്തില്ല. ഇതാണ് ഞാൻ പണിത ബേസ്മെൻറ്റ്. ചുമ്മാ ഒരു മനസ്സുഖത്തിന് ഞാൻ ചുമ്മാ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡാണ്. ഇത്ര ഉണ്ടാക്കിയതുകൊണ്ട് ജസ്റ്റ് യൂട്യൂബിലും കിട്ടാക്കാന്ന് തിരിച്ചെടുത്തതാണ്. പിന്നെ ഇതിവിടെ ഞാനിവിടെ കുറച്ച് ചെസ്റ്റ് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അതും ചെയ്യണം എനിക്ക്. പിന്നെ ബഗ് പിന്നെ ഇവിടുന്ന് കയറിയിട്ട് നമുക്ക് വില്ലേജിലേക്ക് നേരെ പോയിട്ട് അവിടെ ഉള്ള കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കയറാൻ പറ്റുമല്ലോ അല്ലേ, ഇവിടുന്ന് തന്നെ കയറാം. പിന്നെ ഒരു എളുപ്പ പരിപാടിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി എന്നറിയോ ഗൈസ്, ഇവിടെ നിന്ന് ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങും, റോറ്റ ചാട്ടം, ഒരു ഹാഫ് ലൈഫ് ഇറങ്ങിപ്പോവും. പിന്നെ അത് വീണ്ടും കൂടും. വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് വില്ലേജ് ചെല്ലുമ്പോൾ ഇവിടെ ഉള്ള ആനിമൽസ് എല്ലാം ഇപ്പോൾ ഓൾറെഡി വടിയായിട്ടുണ്ട്. ഇവിടെ കുറേ പന്നിയും പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ എന്തിനാ കൈ തീർന്ന് നമുക്ക് ഇറച്ചിക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് എടുക്കും. ഈ മണ്ടൻ വില്ലേജർമാരല്ലേ അവന്മാർ. ഇപ്പം എന്നാ പറയാനാ, വില്ലേജേഴ്സിനെ പോലല്ലേ ഇവന്മാർ, കഴുതകളാണ് അവന്മാർ. എന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. എടാ 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 ഒറ ഇത്രേ ഉള്ളൂ കൈസ്. അവർ വെറും പേടി തൊണ്ടന്മാരാ. നമ്മളെയൊക്കെ പേടിയാവന്മാർക്ക്. പിന്നെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റാവുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ചെസ്റ്റ് മൊത്തം അടിച്ചു മാറ്റുകയാണ്. ഈ ബെഡിൻ്റെ ആവശ്യം ഓൾറെഡി ബെഡ് ഞാൻ പൊട്ടിച്ചെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചായിരുന്നു ഞാൻ. പിന്നെ ഇവന്മാരുടെ സാധനം അടിച്ചു മാറ്റുന്ന പോലെ ഇവന്മാർ നമ്മുടെ സാധനം അടിച്ചു മാറ്റും കൈസ്. അതായത് ഇതായിപ്പോൾ നിൽക്കുന്ന ഒരു ഫിഷർമാനാണ്. ഇപ്പം ഞാൻ ഒരു മീൻ പിടിച്ച് അവിടെ ഇട്ടായിരുന്നു, ഇവനത് അടിച്ചു മാറ്റിക്കൊണ്ടു. ഇപ്പോൾ ഒരു ഫാർമർ, ഇതും ഒരു ഫിഷർമാനാണ്. ഇതാ നിൽക്കുന്നൊരു ഫാർമർ. ഇവൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നട്ട് വെച്ച് ഈ സാധനം മൊത്തം അടിച്ചു മാറ്റാൻ വേണ്ടി ഇവൻ നിൽക്കുന്നതാണ്. ഞാൻ ഇത്രയും വേലി കെട്ടി വെച്ചിരിക്കുന്നുണ്ട് അവർക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവന്മാർ ഈ മുട്ടി പിടിച്ച് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ ഇവന്മാർക്ക് അയൺ ഡോർ തുറക്കാൻ പറ്റില്ല. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തുറക്കാമല്ലോ, ഓൾറെഡി ഇങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ. ഇല്ലാതെങ്കിൽ അത് തുറക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഇത്ര ആയ സ്ഥിതിക്ക് പിന്നെ അവന് ഇവിടെ ഉള്ള എൻ്റെ കയ്യിൽ ലൂട്ട് മൊത്തം ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം ഞാൻ സർവൈവൽ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇതെല്ലാം സർവൈവൽ ഉണ്ടാക്കിയതാണ്. ഇത് മൊത്തം എങ്ങനെയാണ് എനിക്കിതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് എൻ്റെ പെറ്റ്സിനെ കാണിക്കാൻ മറന്നുപോയി. ഇതാണ് ഗൈസ് എൻ്റെ മൊത്തം പെറ്റ്സ്. ഇത് അവിടെ ഒരുത്തിൻ്റെ ഇരിപ്പുണ്ട്.
കൂച്ചി കൂച്ചി മീൻ കൊടുത്തേക്കാം അല്ലേ? എന്നിട്ടാണോ മീൻ വെച്ചത്? അതാ 5 മീൻ ഇരിപ്പുണ്ട്. ഓ ഗൈസ് 60 മീൻ വേറെ ഉണ്ടല്ലോ. ചുമ്മാ വെറുതെ ആയിരിക്കും മീൻ പിടിക്കും ഗൈസ്, വേറെ എന്ത് ചെയ്യാ. ഓൾറെഡി ഞാൻ പൂച്ച സ്നേഹിയായിട്ട് പൂച്ചകളെ പിടിച്ചങ്ങോട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഗൈസ് പൂച്ചകളെ വളർത്തുന്നതുകൊണ്ട് ഉള്ളൊരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്നാന്നറിയോ? ഇപ്പം പൂച്ചകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ക്രീപ്പർ നിങ്ങളുടെ അടുത്തേക്ക് വരാം, ഒരു പൂച്ചനെ പറഞ്ഞു വിട്ടാൽ മതി. ക്രീപ്പറിന് പൂച്ചകളെ പേടിയാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ 3ാം നിലയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുകളിലേക്ക് കയറി സ്റ്റെയർ ഉണ്ടാക്കി വെച്ചായിരുന്നു. മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി ചുമ്മാ ഉണ്ടാക്കി വെച്ചൊരു നമ്മുടെ പൊക്കക്കുഴലുള്ള സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ ലൈറ്റ്നിങ് റോഡ്, എല്ലാവർക്കും കുറച്ചവർക്ക് അറിയായിരിക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇടി വെട്ടുമ്പോൾ ഒരു ലുക്കിന് വേണ്ടി, വേറെ ഒന്നുമല്ല ഗൈസ്. പിന്നെ ഇത്രയും സാധനമേ ഉള്ളൂ, കാണിക്കാൻ പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. അത് പറഞ്ഞാൽ ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ പിന്നൊരു ദിവസം ഇടുന്നതായിരിക്കും ഗൈസ്. ഞാൻ അത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഗൈസ്. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ ഗൈസ്. നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മളെ ചാനലോടെ കഴിഞ്ഞ് നമുക്ക് മാത്രം ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കിട്ടില്ലേ. നമ്മൾ ഒത്തിരി ഇൻസ്പിറേഷനൊക്കെ കിട്ടി അങ്ങ് തുടങ്ങുന്നതല്ലേ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യൂടെ ഗൈസ്. നിങ്ങളുടെ ഒറ്റ ഒരു സബ്സ്ക്രൈബ് കൊണ്ട് ചിലപ്പം എൻ്റെ ലൈഫ് തന്നെ, എൻ്റെ ചാനൽ തന്നെ മാറ്റിമറിയാൻ സാധിച്ചിരുന്നു ഗൈസ്. നിങ്ങളുടെ ഒറ്റ ഒരു ക്ലിക്ക് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, അത് മതി ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് തന്നാൽ മാത്രം മതി. പിന്നെ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട ഗൈസ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴേ എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് ഇച്ചിരിയുടെ രസം. പിന്നെ ബാഡ് കമൻറ്റ്സ് ഒന്നും ഇടണ്ട എന്ന് ഞാൻ പറയല, വേണമെങ്കിൽ ഇട്ടോളൂ, എനിക്ക് വിഷയമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കമൻറ്റ് ചെയ്യുള്ളൂ ഗൈസ്, എനിക്ക് ഒരു വിഷമവുമില്ല. പിന്നെ ഈ ഷുഗർ ഗെയിൻ വെച്ച് പേപ്പർ ഉണ്ടാക്കാം, പക്ഷെ എനിക്ക് പേപ്പർ കൊണ്ടല്ലോ ശരി ഗൈസ്. പേപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗൈസ് ഇപ്പോൾ വരാവേ. ഈ പേപ്പർ വെച്ച് ഞാൻ മറ്റേ നമ്മുടെ ലൈബ്രറിയേനെ വെച്ച് ട്രേഡ് ചെയ്ത് നോക്കാം, നമുക്ക് എന്ത് കിട്ടും നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നു ഗൈസ്. ആരും പേടിക്കണ്ട, ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഞാൻ ആ കേസ് കൊണ്ട് ഇട്ട് പേടിച്ചിട്ടൊന്നുമില്ല, കുറേ കാലമായിട്ട് പേടിച്ചോണ്ടിരിക്കുവാ ഞാൻ. പേപ്പർ 3 എണ്ണം കിട്ടും, 3 പേപ്പർ. ഇപ്പം ഞാൻ എൻ്റെ ലൂട്ട് എടുത്ത് ഇവിടെ വയ്ക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ലൈബ്രറീനായിട്ട് ട്രേഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓടാ, അവൻ എൻ്റെ വീട്ടിൽ കയറാൻ വേണ്ടി ഇരിക്കുന്നു ഗൈസ്. ആ ലൈബ്രറിയൻ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ കണ്ട് കണ്ടൊരു ഓർമ്മയുണ്ട് ഗൈസ്. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ഇവിടെ എപ്പോഴേ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടു കഴിഞ്ഞിട്ട് മറന്നും കൂടെ പോയി. നമുക്ക് എന്നാൽ വില്ലേജിലേക്ക് എന്നിട്ട് നോക്കാം. ആ പോണാണോ? അത് ബച്ചറാ അല്ലേ? ബച്ചറിൻ്റെ കയ്യിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനം മാത്രമേ കിട്ടുള്ളൂ. എടാ അറച്ചു വിട്ട് തരാ, നിൽക്കടാ. ഇവൻ്റെ എല്ലാം ഉണ്ടെന്ന് നോക്കാം ഗൈസ്. എടാ നിൽക്കടാ, അറച്ചു വിട്ട് തരാ. വേറെ ഒച്ചക്കാൻ രസമായി. ഇപ്പം നമ്മൾ എമറാൾഡ് സന്ധി ഇത് വയ്ക്കുമ്പോൾ ആണോ നല്ല രസമുള്ള ഒച്ചകളാണ് മരിപ്പിക്കുക. കണ്ടോ നല്ല രസമല്ലേ ഗൈസ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തൊരു പരിപാടിയാണ്, നല്ല രസമായി ഇവരോടെ ഇങ്ങനെ പാട്ട് കളിക്കാനായിട്ട്. പിന്നെ ലൈബ്രറി ഇവന് കയ്യിൽ വിൽക്കാൻ പറ്റുമോ ഒന്ന് നോക്കിയാലോ ഗൈസ്. ട്രേഡ് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തൂമ്പ് വെച്ച് മാന്തുന്നു. എൻ്റെ പേപ്പറുണ്ട്, ഒരു എമറാൾഡ് വരുമോ? അവന് വടിയുണ്ടായില്ലേ എമറാൾഡ് തരത്തുള്ളൂ. ഓടാ ഇടുന്നു അവൻ്റെ കയ്യിലോ? എടാ നിൽക്കടാ നിൽക്ക്. എനിക്ക് നിൻ്റെ കയ്യിൽ സാധനം വേണം, നിൽക്ക്. അവൻ ഓടുക. എടാ നിൽക്കടാ, നിൻ്റെ ആരും വടിയായിട്ടൊന്നുമില്ല ഇങ്ങനെ കിടന്ന് ചത്തോടാനായിട്ട്. ഇമാരെ എമറാൾഡ് കാണിച്ചാൽ മാത്രം വരുമായിരിക്കും. നിൽക്കടാ അവിടെ. ഇവനും അത് തന്നെ. ഇമാരെ അമ്പും മില്ലൊക്കെ ഉണ്ടാക്കുമോ? എടാ വീരപ്പാ, ഇവൻ എന്നാടേ പഴശ്ശിരാജയോ? ഇവിടെ എങ്ങാനും ആ ലൈബ്രറിയനെ കണ്ടു കഴിഞ്ഞാൽ വലിയ പേരായി. ഇവന് ഇതിനകത്തങ്ങനെ ഉണ്ടാകുമോ സാധാരണ? ഗൈസ് ഇത് 5 സ്റ്റാർ ഹോട്ടലാന്ന് തോന്നുന്നു, 2 പേർക്ക് കിടക്കാനുള്ള. കൊള്ളാലോ, ഇവന്മാരൊക്കെ ഇച്ചിരി ബുദ്ധി വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇറച്ചി പണ്ടങ്ങാണ്ട് ഞാൻ കൊന്നിട്ടതാ, പക്ഷെ ഇറച്ചി എടുക്കാൻ മറന്നുപോയി. ഈ മണ്ടന്മാരുടെ കയ്യിൽ സന്ധ്യയായോ? ഇല്ല, സന്ധ്യ ആകുമ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അതിന് വലിയ കപ്പാസിറ്റി ഒന്നും അല്ലല്ലേ.
ഇവൻ്റെ കയ്യിൽ കിഴങ്ങ് റെഡി ചെയ്യാൻ പറ്റുമോ? ഇവൻ ഫാർമറല്ലേ, മറ്റേ ആ കൃഷിക്കാരൻ. ആ ഗോതമ്പ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, എൻ്റെ കിഴങ്ങ് മാത്രമേ ഉള്ളൂ. അതോ 30 കൊടുത്ത് വരാം എമറാൾഡ്, ആർക്ക് വേണമെന്നറിയില്ല. ഇവൻ മറ്റേ ആയുധം ഉണ്ടാക്കുന്നത്, ഇവൻ എന്നാ കൊടുക്കണം? കോള് കൊടുത്ത എമറാൾഡ് കൊടുത്ത ഹെൽമെറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പിന്നെ വേണ്ട. ഇവനാരാണ് ഇവിടെ? ഇവൻ്റെ കയ്യിൽ പേപ്പർ വയ്ക്കാൻ പറ്റുമോ? 24 എണ്ണം വേണം, കഷ്ടം, എൻ്റെ 3 എണ്ണേ ഉള്ളൂ. സാരമില്ല, നമുക്ക് 24 എണ്ണം ഉണ്ടാക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം, പേടിക്കണ്ട. പിന്നെ നമുക്ക് ആ മല മൊത്തം ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ചാർജ് ഉണ്ടോ? കുറച്ചേ ഉള്ളൂ, എന്നാലും ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാം ഗൈസ്. എന്നാലും അമ്മീ മണ കാണിക്കണ്ടായിരുന്നു. മല കയറി പോവാം. കാടുവാസിയല്ലേ, കാട്ട്. എന്താണോ ഒച്ച കേട്ടത്? അവൻ വല്ലതും പറിച്ചോ? ആട് പുല്ലി കടിച്ചോ? ഞാൻ വിചാരിച്ചു അവൻ അതിക്രമിച്ച് എൻ്റെ ഫാർമിൽ ഇങ്ങനെ കയറിയോന്ന്. ഇത് മൊത്തം സോറി നമ്മുടെ കോപ്പറാണ്. ഇത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കൊള്ളുകയില്ല. സ്കോളല്ലേ കിടക്കുന്നത്. എൻ്റെ പിക്കാക്സ് ഉണ്ടോ? കല്ലിൻ്റെ മാത്രമേ ഉള്ളൂ, അയണിൻ്റെ ആകെ ഹോയി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിക്കാക്സ് ഒന്നും ഇരിപ്പുണ്ട്, എന്നാൽ ഇത് ഇവിടെ വെച്ചേക്കാം. ക്ലിങ്. ഞാൻ ചുമ്മാ സർവൈവലിൽ ഇങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അന്നേരം വില്ലേജ് കണ്ടോ, അന്നേരം പെട്ടെന്ന് ഇവിടെ കയറി. നെവർ ഡിഗ് സ്ട്രെയിറ്റ് ഡൗൺ എന്നുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ റൂളാണ്, ഞാൻ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. സന്ധ്യ വരുവാണ്, നമുക്ക് വീഡിയോ എൻ്റെ ആക്കിയേക്കാം ഇവിടെ വെച്ച്. എനിക്ക് വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും കളിച്ച് വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച വേൾഡ് പോത്ത സോംബികൾ വന്ന് എൻ്റെ കുളമാക്കി കൈ തരും. പണി പാളി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാകും ഗൈസ്, അതുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മൊബൈലിൻ്റെ പ്രശ്നം. വേഗം വീട്ടിൽ കയറാം. എൻ്റെ അമ്മേ, സോബീസ് കളിണ്ടൊക്കെ വന്ന് 2 ഉമ്മയിൽ നിന്നിട്ട് അങ്ങ് പോകും, വേറെ കുഴപ്പമൊന്നുമില്ല. വേഗം കയറാം. രക്ഷപ്പെട്ടു, ഇനി പേടിയണ്ട. ഇപ്പോൾ നമ്മളിവിടെ വീഡിയോ വെച്ച് ഉണ്ടാക്കുവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ചാർജ് തീരാറായി, ചിലപ്പോൾ സ്റ്റോറേജ് ഫുള്ളായെന്നിരിക്കാം. ഉണ്ടോ ഗൈസ്, അതിൻ്റെ തലയുടെ അത്രയേ ഉള്ളൂ ഈ വീട്. കൃത്യം ഞാൻ ചാടുവാണെങ്കിൽ ഇങ്ങനെ ഇടിക്കും. അപ്പോൾ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അതേ പറഞ്ഞല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ ചെണ്ടാക്കാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങളും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട്. ബൈ. അമേസിങ് ടെക്നിക്കൽ